JLR സ്റ്റേ പാസ്സാണ്. കട്ടാവോ 20 റുപ്പീസ്. ഓക്കെ കട്ടായി ബില്ലടിച്ച് പോട്ടെ. ബില്ലെഴുതി കാണിച്ചോട്ടെ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബന്ദിപ്പൂരിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. മുമ്പ് 1-2 വീഡിയോ ബന്ദിപ്പൂരിനെ കുറിച്ചിട്ടിട്ടുണ്ട്. ബന്ദിപ്പൂരിലെ കാഴ്ചകൾ തുടരുകയാണ്. ബന്ദിപ്പൂരിലെ റോഡ് സൈഡിൽ കണ്ട കാഴ്ചയാണിത്. നല്ല പടുകൂറ്റൻ ഒരു കാട്ടുപോത്ത്. അവൻ്റെ സൈസ് കണ്ട, എന്താ ഒരു സൈസ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആനകളാണ്. മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ബന്ദിപ്പൂര് വനമേഖല. അപ്പോൾ ഇങ്ങനെയുള്ള കൊമ്പന്മാരുടെ കാഴ്ചകൾ അവിടെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് അത്ര പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള കൊമ്പനൊന്നുമല്ല. അപ്പോൾ മൂപ്പര് അവൻ്റെ ഈ തുമ്പിക്കൈ ഉരയ്ക്കുകയാണ് മരത്തിൽ. അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ആൾക്ക് ഇത്തിരി അസ്വസ്ഥതയായി, ആളവിടുന്ന് പോയി. നമ്മുടെ ബന്ദിപ്പൂരിലെ റാണിയാണിത്, മീശക്കാരി എന്ന് പറയുന്ന പുലി. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ളതാണ്. ഈ ജീപ്പിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജീപ്പിൽ വരുമ്പോൾ ക്യാമറയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഷെയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മൊബൈലിൽ എടുക്കുന്നതാണത്. അപ്പോൾ ഇത് ഷെയ്ക്കൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ ഷെയറൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ ആളുകളെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് നമ്മളിത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് വീണ്ടും ഒരു ചെറിയ കുട്ടിക്കൊമ്പനാണ്. ഈ കുട്ടിക്കൊമ്പന്മാർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ വണ്ടിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇത് നമ്മളെ കണ്ടിട്ട് മാത്രമല്ല കേട്ടോ, അവിടെ ഒരു കുഴി എടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആ പണിക്കാരെ കണ്ടിട്ടുള്ളതും പിന്നെ നമ്മുടെ വണ്ടിയും കൂടെ ആയപ്പോൾ ആളാകെ അസ്വസ്ഥനായി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാനുകളെ കണ്ട, ഈ മാനുകൾ ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ ലെപ്പേഡിനെ കണ്ടിട്ടുണ്ട്. ലെപ്പേഡിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കും. അതിപ്പോൾ നമുക്ക് കാണാം.